ഓക്കെ, നമുക്കിനി സ്ട്രെയിൻ എനർജി നോക്കാം. സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ വലിച്ചു, അപ്പോൾ അതിനെന്താണ് ഒരു ഡീഫർമേഷൻ സംഭവിക്കും. അപ്പോൾ എന്താണ് അതിലൊരു സ്ട്രെയിൻ ഉണ്ടാവും. നമ്മളൊരു ഇലാസ്റ്റിക് മെറ്റീരിയൽ വലിച്ചു, എന്നിട്ട് ഞാൻ ആ ഇലാസ്റ്റിക് മെറ്റീരിയൽ വലിക്കുമ്പോൾ ആ ഫോഴ്സ് ഞാൻ റിമൂവ് ചെയ്തു. ഫോഴ്സ് ഞാൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യും. അതിൻ്റെ അർത്ഥം അതിന് അതിന് ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റണമെങ്കിൽ അതിനെ നമ്മൾ ആ ഫോഴ്സ് വലിച്ചുകൊണ്ടിരുന്നപ്പം അകത്തുനിന്നൊരു ഫോഴ്സ് നമ്മുടെ ബോഡിയിൽ തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് വരാൻ വലിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഉള്ളിൽ ആ ബോഡിയുടെ ഉള്ളിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം, അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് വരാൻ നമ്മൾ അതിൻ്റെ ഷേപ്പ് മാറ്റിയപ്പോൾ. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ ഒരു എനർജി ഉണ്ട്. ആ എനർജീനെയാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. The strain energy is the energy stored in the material due to its resistance to the applied force. ഇനി ഇതാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം, സ്ട്രെയിൻ എനർജി ഡിവൈഡ് ബൈ വോളിയത്തിനെയാണ് നമ്മൾ റെസിലൻസ് എന്ന് പറയുന്നത്. ആൻഡ് മാക്സിമം സ്ട്രെയിൻ എനർജി, നമ്മുടെ ബോഡിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെയിൻ എനർജി എന്ന് പറയുമ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റിൽ ആണല്ലോ അതിൻ്റെ മാക്സിമം ലോഡ് നമുക്കൊരു ഇലാസ്റ്റിക് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇന്ന ഇലാസ്റ്റിക് ആവുന്നതിന് മുന്നേ. അപ്പം ഇലാസ്റ്റിക് ലോഡ്, മാക്സിമം ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ആണ് മാക്സിമം സ്ട്രെയിൻ എനർജി വരുന്നത്. ആ മാക്സിമം സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ മെറ്റീരിയലിനെയാണ് നമ്മൾ പ്രൂഫ് റെസിലൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ട്രെയിൻ എനർജിയുടെ കുറച്ച് ഡെറിവേഷൻസ് നോക്കാം. 2 ഡെറിവേഷനാണ് ഉള്ളത്. ഒന്ന് ടെൻഷനും കംപ്രഷനും വരുന്ന കേസ്, അത് രണ്ടും ഒറ്റ ഡെറിവേഷൻ തന്നെയാണ്. പിന്നെ ഷിയർ വരുന്ന കേസ്. അപ്പം നമുക്ക് ഫസ്റ്റ് ടെൻഷൻ കംപ്രഷൻ്റെയും ഡെറിവേഷൻ നോക്കാം. അപ്പം ഞാനൊരു മെറ്റീരിയൽ ഓഫ് ലെങ്ത് L, ഫോഴ്സ് P അതിൽ ഗ്രാജുവലി അപ്ലൈ ചെയ്യുന്നു. അപ്പം ഡെൽറ്റ L ആണ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ആണെങ്കിൽ ഒരു ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവില്ലേ, അത് ഡെൽറ്റ L ആണ് ഡ്യൂ ടു നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ് P. അപ്പം ഞാൻ എൻ്റെ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഡീഫർമേഷൻ. എത്ര ഫോഴ്സ് ആവറേജ് ഞാൻ എത്രയുടെ ഫോഴ്സ് അപ്ലൈ ചെയ്തു അത് ഇൻറ്റു ഡീഫർമേഷൻ എത്ര മൂവ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് എൻ്റെ എനർജി കിട്ടാൻ പോകുന്നത്. അപ്പം ആവറേജ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി 0 ആണ്, പിന്നെ ഞാൻ P ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്. അപ്പം 0 + P/2, കാരണം P ഗ്രാജുവലി അപ്ലൈ ചെയ്തുകൊണ്ടാണ് 0 + P/2 എന്ന ആവറേജ് ഫോഴ്സ് വന്നത്. ഇനിഷ്യൽ ഫോഴ്സ് പ്ലസ് ഫൈനൽ ഫോഴ്സ് ബൈ 2 ഫോഴ്സേ ഉള്ളൂ, സോ 2. അതാണ് ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഡീഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂവ് ചെയ്തത് ഡെൽറ്റ L ആണ്. അപ്പോൾ 0 + P/2 എന്താണ്, എനിക്ക് P/2 ആയി ഇൻറ്റു ഡെൽറ്റ L. ഇനി ഡെൽറ്റ L എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ ആണ്. ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ഇൻറ്റു ലെങ്ത് അല്ലേ, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വന്നത്. അപ്പോൾ P/2 ഇൻറ്റു E ഇൻറ്റു L എന്ന് വന്നത്. E എന്ന് പറഞ്ഞാൽ സ്ട്രെയിന്, L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. ഇനി എൻ്റെ P എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു സ്മോൾ P ഞാൻ ഇതിന് ആക്ച്വലി നമുക്ക് ലോഡിനെ സ്മോൾ P ആക്കാം. ഇവിടെ രണ്ടും സ്ട്രെസ്സിനെയും ലോഡിനെയും ഇവർ P റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനകത്തൊരു കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ എൻ്റെ ലോഡിനെ സ്മോൾ P എന്ന് റെപ്രസെൻ്റ് ചെയ്തു, ആൻഡ് എൻ്റെ സ്ട്രെസ്സിനെ ഞാൻ ക്യാപിറ്റൽ P എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അപ്പം എൻ്റെ സ്ട്രെസ് എന്ന് പറയുന്നത് ലോഡ് P ആണെങ്കിൽ എൻ്റെ ലോഡ് is equal to സ്ട്രെസ് ഇൻറ്റു ഏരിയ. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ P ഇൻറ്റു ഏരിയ ഇൻറ്റു സ്ട്രെയിൻ, E എന്ന് പറഞ്ഞാൽ E ഇൻറ്റു L, സ്ട്രെയിൻ. ഈ സ്മോൾ E ആണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ P ഇൻറ്റു A/2 ഇൻറ്റു, ഇനി ഈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ യോങ്സ് മോഡുലസ് അല്ലേ, സ്ട്രെസ് ബൈ മോഡുലൈ ആണ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ P ആണ്, P/E ഇൻറ്റു L. ആ P ഞാൻ ഒരുമിച്ചെടുത്ത് എന്ത് ചെയ്തു, P²/2E ഇൻറ്റു AL എന്നാക്കി. ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, വോളിയം ആണ്. അപ്പോൾ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു P²/2E ഇൻറ്റു വോളിയം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഒരു സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ വെൻ ടെൻഷൻ കംപ്രഷൻ്റെ സമയത്തുള്ള. ഇനി റെസിലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഡിവൈഡ് ബൈ വോളിയം. അപ്പോൾ സ്ട്രെയിൻ ഇതിനകത്ത് റെസിലൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം മാത്രമാണ്, P²/2E, അതാണ് റെസിലൻസ് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് പ്രൂഫ് റെസിലൻസ്. പ്രൂഫ് റെസിലൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മാക്സിമം ഈൽഡ് സ്ട്രെസ്സിൻ്റെ അവിടെ വരുന്ന റെസിലൻസ് ആണ് എന്ന് പറയുന്നത് Py²/2E. Py എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഈൽഡ് സ്ട്രെസ് ആണ് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രെസ് P ആണ്. ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് P ആണ്.
പ്രൂഫ് റെസിലൻസ് വരുമ്പോൾ നമ്മൾ yield stress ആണ് ഉപയോഗിക്കുന്നത്. yield stress റെപ്രസെന്റ് ചെയ്യാനാണ് ഇവിടെ PY യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതായിരുന്നു ഫസ്റ്റ് ഡെറിവേഷൻ. സിമ്പിൾ അല്ലേ? എന്താണ് സ്ട്രെയിൻ എനർജിയും നോർമൽ സ്ട്രെസ്, ടെൻഷനും കംപ്രഷനും വരുന്നുള്ള കേസിൽ. നെക്സ്റ്റ് നമുക്ക് സ്ട്രെയിൻ എനർജി ഫോർ ഷിയർ സ്ട്രെസ് നോക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ ABCD എന്നൊരു എൻ്റെ ഒരു എലമെന്റ് എടുത്തു ഓഫ് തിക്നെസ് T. അതിൽ ഷിയർ ഫോഴ്സ് Q അപ്ലൈ ചെയ്തു. അപ്പൊ എന്താണ് അവിടെ ഒരു ആംഗുലർ ഡിസ്റ്റോർഷൻ സംഭവിച്ചു. അത് ഫൈ ആണ്. A എന്നുള്ളത് A ഡാഷിലോട്ട് മൂവ് ചെയ്തു, B എന്നുള്ളത് ഇങ്ങോട്ട് അതൊരു B ഡാഷിലോട്ട് മൂവ് ചെയ്തു. ഓക്കെ, അപ്പം എൻ്റെ ഷിയർ സ്ട്രെസ് കാരണമുള്ള സ്ട്രെയിൻ എനർജി എന്താണ്? നേരത്തെ പോലത്തെ സെയിം തന്നെയാണ്. ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ആവറേജ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി 0, പിന്നെ Q ആയി. അപ്പം 0 + Q/2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ A ഡാഷ് ഇത്രയല്ലേ മൂവ് ചെയ്തത്, അപ്പം ഇൻറ്റു A ഡാഷ്. ആൻഡ് ഈ അപ്പം 0 + Q/2 എന്ന് പറയുന്നത് Q/2 ആയി. ഇനി ഈ A ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫൈ. അപ്പം AC cos phi അല്ലേ A ഡാഷ് എന്ന് പറഞ്ഞാൽ cos phi is equal to sin phi. Sin phi is equal to opposite side by ഈ ഒരു സൈഡ് വരും. അപ്പം അങ്ങനെയാണ് നമുക്ക് A ഡാഷ് എന്ന് പറയുന്നത് AC phi എന്ന് നമ്മൾ എടുക്കുന്നത്. കാരണം ഇത് phi വളരെ സ്മോൾ വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊടുക്കുന്നത്. A ഡാഷ് എന്ന് പറയുന്നത് AC ഇൻറ്റു phi ആണ്. അപ്പോൾ ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ആൻഡ് അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ എനിക്കറിയാം എൻ്റെ Q ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ ഷിയർ സ്ട്രെസ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഞാൻ സ്മോൾ Q കൊടുത്തു ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ ഈ AB ഫേസിലല്ലേ ഷിയർ സ്ട്രെസ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ AB ഇൻറ്റു എൻ്റെ തിക്നെസ് ഓഫ് ദ ഫിലിം ചെയ്താൽ എനിക്ക് എൻ്റെ ഏരിയ കിട്ടില്ലേ? ആ ഏരിയയാണ് ഞാനിവിടെ കൊടുത്തത്. ഇത് എൻ്റെ സ്മോൾ Q എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ AB ഇൻറ്റു T. അപ്പം നമ്മൾ എൻ്റെ AB എന്ന് പറഞ്ഞാൽ AB അല്ല ഫൈ. ഇനി എനിക്ക് എൻ്റെ ഫൈനെ മാറ്റാം. ഫൈ എന്ന് പറയുന്നത് എൻ്റെ ഷിയർ സ്ട്രെയിൻ ആണ്. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മോഡുലസ് ഓഫ് റിജിഡിറ്റിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. അപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഷിയർ സ്ട്രെസ് ബൈ മോഡുലസ് ഓഫ് റിജിഡിറ്റി ആക്കാമല്ലോ, Q/G എന്ന്. അതാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ഫൈ മാറ്റി ഞാൻ Q/G ആക്കി. അപ്പം എൻ്റെ Q²/2G ഇൻറ്റു എന്താണ് AB ഇൻറ്റു AC ഇൻറ്റു T. AB ഇൻറ്റു AC എന്ന് പറഞ്ഞാൽ ഏരിയ ആയി, ഇൻറ്റു T ചെയ്യുമ്പോൾ തിക്നെസ്സും കൂടെ ചെയ്തപ്പോൾ എന്താണ് വോള്യൂമായി. അപ്പോൾ Q²/2G ഇൻറ്റു വോള്യൂമാണ് ഷിയർ സ്ട്രെസ് എന്ന് ഷിയർ എനർജി എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഷിയർ സ്ട്രെസ്. നേരത്തെ നമുക്ക് P²/2E ഇൻറ്റു V ആയിരുന്നു. ഇവിടെ Q²/2G ഇൻറ്റു വോള്യൂം. ഇതാണ് നമ്മുടെ ഷിയറിൻ്റെ. ഈ രണ്ട് ഇക്വേഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ രണ്ട് ഡെറിവേഷന് നമുക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ പ്രോബ്ലംസ് ഭയങ്കര സിമ്പിളാണ്. അപ്പം ഞാൻ നോക്കാം. ആദ്യം ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A bar with circular cross section as shown in figure is subjected to a load of 10 kilonewton. Find the strain energy stored in it. Take E is equal to 2.1 into 10⁵ Newton per mm². അപ്പോൾ എൻ്റെ ഒരു ബാറിൻ്റെ ക്രോസ് സെക്ഷൻ ഒക്കെ ഫിഗറിൽ ഇതേ തന്നിട്ടുണ്ട്. ലോഡ് 10 kilonewton ആണ് തന്നിട്ടുണ്ട്. ഞാൻ സ്ട്രെയിൻ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എൻ്റെ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ P²/2E ഇൻറ്റു വോള്യൂം ആണ്. അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയാൽ എൻ്റെ സെക്ഷൻ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 1ഉം സെക്ഷൻ 3യും സിമിലർ ആണ് അല്ലേ? 200 mm ലെങ്ത്, 16 mm ഡയമീറ്റർ, രണ്ടിലും 10 kilonewton ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ സെക്ഷൻ 1ഉം സെക്ഷൻ 3യും സെയിം ആണ്. അപ്പോൾ നമുക്കത് ഒരുമിച്ച് കണ്ടുപിടിക്കാം. എൻ്റെ ടോട്ടൽ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ സ്ട്രെയിൻ എനർജി ഇൻ സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 3 is equal to P²/2E ഇൻറ്റു വോളിയം. P എന്ന് പറയുന്നത് ഇവിടെ സ്ട്രെസ് ആണ്, ലോഡ് അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്ട്രെസ് എന്ന് പറയുന്നത് P/A എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ A ദ ഹോൾ സ്ക്വയർ ബൈ 2E ഇൻറ്റു വോളിയം. ഫോഴ്സ് എന്ന് പറയുന്നത് 10 kilonewton ആണ്. ഏരിയ എന്ന് പറയുന്നത് 16 mm ഡയബാർ, സോ π/4 ഇൻറ്റു 16² ഇൻറ്റു 2E. 2E എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വോള്യൂം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു I 200 mm കൂടെ ചെയ്യുക. എല്ലാ വാല്യൂസും നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എന്താണ് സ്ട്രെയിൻ എനർജി കിട്ടും.
അതുപോലെ തന്നെ സെക്ഷൻ 2ന്റെ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുക. P²/2E ഇൻറ്റു വോളിയം. പി എന്ന് പറയുന്നത് ഇവിടെ എന്താണ് സ്ട്രെസ് ആണ്. സോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2ലും 10 കിലോ ന്യൂട്ടൺ തന്നെയാണ്. സോ 10 ബൈ അതിൻ്റെ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് 12 ആണ് അതിൻ്റെ ഡയമീറ്റർ ബൈ 2E ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു അതിൻ്റെ ലെങ്ത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്ട്രെയിൻ എനർജി കിട്ടും. രണ്ടും കൂടി സം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ടോട്ടൽ സ്ട്രെയിൻ എനർജി കിട്ടി. ഇതുപോലത്തെ സെക്ഷൻസും സ്ട്രെയിൻ എനർജി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പൊതുവേ ചോദിക്കാറുള്ളൂ. നെക്സ്റ്റ് ഇനി ഒരു കോമ്പോസിറ്റ് ബാറിൻ്റെ അകത്ത് എങ്ങനെയാണ് നോക്കാം. Two rods, one of brass and other of steel, are rigidly connected at the ends as shown in the figure. The cross section of both rods are 10 mm into 10 mm and length is 1 meter. The tensile force of 10 kilonewton is applied to the combined rod. Find the elongation of the combined rod and the stresses in each rod. Given E and ES is equal to 2 into 10 raised to 5 Newton per mm square and EB is equal to 1 into 10 raised to 5 Newton per mm square. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പോസിറ്റ് ബാർ ആണ്. രണ്ടിൻ്റെയും ഡയമെൻഷൻ 10 mm ഇൻറ്റു 10 mm ആണ്. രണ്ടിനും ഒരേ ലെങ്ത് ആണ്, ഒരേ ലോഡാണ് രണ്ടിടത്തും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, അപ്പം നമ്മൾ നേരത്തെ കോമ്പോസിറ്റ് ബാർസ് പോലെ തന്നെ നമുക്കിവിടെ ചെയ്യാൻ എന്താണ് ടോട്ടൽ ലോഡ് ഓൺ സ്റ്റീൽ പ്ലസ് ലോഡ് ഓൺ ബ്രാസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ്. അപ്പം ഞാൻ എൻ്റെ സ്മോൾ FSനെ സ്ട്രെസ് ഓൺ സ്റ്റീലും സ്മോൾ FBനെ സ്ട്രെസ് ഓൺ ബ്രാസും ആയിട്ട് എടുത്താൽ, ഫോഴ്സ് ഓൺ സ്റ്റീൽ എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ ഏരിയ അല്ലേ. അപ്പോൾ FS ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10 100 ആണ്. അതുപോലെ തന്നെ FB ഫോഴ്സ് ഓൺ ബ്രാസ് എന്ന് പറയുന്നത് FB ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയും 100 ആണ്. അപ്പോൾ 100 FB എന്ന് കിട്ടി. അപ്പം ഇതിന് രണ്ടിൻ്റെയും ടോട്ടൽ സമ്മ് ഫോഴ്സ് ഓൺ സ്റ്റീൽ പ്ലസ് ഫോഴ്സ് ഓൺ ബ്രാസ് ആണ്. ടോട്ടൽ ഫോഴ്സ് ഈ 10 കിലോ ന്യൂട്ടൺ. അത് ഇവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. FS പ്ലസ് FB ഇസ് ഈക്വൽ ടു 100 എന്നൊരു ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് എനിക്കറിയാം ഇത് കോമ്പോസിറ്റ് ബാർ ആണ്, ഒരേ ലെങ്ത് ആണ്, റിജിഡ്ലി രണ്ട് സൈഡും സപ്പോർട്ടഡ് ആണ്. അപ്പം എന്താണ് ഇവിടെ സ്ട്രെയിൻ ഈക്വൽ ആണ്. അപ്പം സ്ട്രെയിൻ ഞാൻ ഇക്വേറ്റ് ചെയ്തു. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ ഇ. അപ്പം FS ബൈ ES ഇസ് ഈക്വൽ ടു FB ബൈ EB. അതിൽ ഞാൻ എന്ത് ചെയ്തു? സ്ട്രെസ്സിന് ഒരു റേഷ്യോ കണ്ടുപിടിച്ചു. കാരണം ES EB നമുക്കറിയാമല്ലോ. അപ്പോൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ ഇസ് ഈക്വൽ ടു 2 times സ്ട്രെസ് ഓഫ് ബ്രാസ് എന്ന് കിട്ടി. അത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്ട്രെസ് ഇൻ സ്റ്റീൽ കണ്ടുപിടിച്ചു, സ്ട്രെസ് ഇൻ ബ്രാസും കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് എന്ത് ചെയ്തു? സ്ട്രെസ്സസ് എല്ലാം കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇലോങ്ങേഷൻ ആണ്. ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ PL ബൈ E. P എന്ന് പറഞ്ഞാൽ ഇവിടെ F ആണെന്നേ ഉള്ളൂ. ഓരോന്നിൻ്റെയും ഇലോങ്ങേഷൻ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ആക്ച്വലി മൊഡ്യൂൾ 1 കോമ്പോസിറ്റ് ബാറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് KT നോട്ടിനകത്ത് വന്നുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സ്ട്രെയിൻ എനർജിക്കകത്ത് ഇതങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. നോട്ടിൻ്റെ അകത്ത് ഇതുള്ളതുകൊണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഇത് ചെയ്താൽ മതി. ആൻഡ് സ്ട്രെയിൻ എനർജി നിങ്ങൾക്ക് ഇതുപോലെ ഡയറക്റ്റ് പ്രോബ്ലംസേ ചോദിക്കത്തുള്ളൂ, ജസ്റ്റ് എനർജി കണ്ടുപിടിക്കാനുള്ള. അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെഫർ ചെയ്ത് ഞാനത് ചെയ്യിപ്പിച്ചോളാം.